ഹായ് ഫ്രണ്ട്സ്, ശ്രീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ കോഴിക്കൂടിലെ മുടിയന്മാരെക്കുറിച്ചാണ്. കോഴി ഫാം നടത്തുന്നവർക്കും അല്ലാത്തവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. എൻ്റെ കോഴി ഫാമിലെ അവസ്ഥയെന്ന് ഞാൻ പറയുന്നത് ഫുൾ എലികളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എലിയ സന്ധ്യ കഴിഞ്ഞാൽ ഇവർ ഒരു മത്സരം തന്നെയായിരിക്കും കോഴിത്തീറ്റ തിന്നാൻ വേണ്ടിയിട്ട്. ചാക്കിൻ്റെ അടിഭാഗം തുരന്ന് കുറേ ഭാഗം തീറ്റ പുറത്തേക്ക് ഇട്ട് ഇവർക്ക് ആവശ്യമുള്ള ഇവർ തിന്ന് ബാക്കി ഭാഗം ഇവർ കാഷ്ടിച്ച് വെറും വൃത്തികേടാക്കി വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ചാക്കിൻ്റെ അടിഭാഗം തുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മുകൾ ഭാഗം ചാക്ക് തുറന്നു വെക്കുക. എന്താണെന്ന് വിചാരിച്ചാൽ തിന്നിട്ട് പോട്ട് എന്നാൽ ചാക്ക് മുറിക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ചാക്കിൻ്റെ ഉള്ളിലും കയറിയിട്ട് ഇത് തന്നെ അവസ്ഥ. വീടുന്ന തിന്നു, അതിൻ്റെ അകത്ത് എല്ലാം മൊത്തം കാഷ്ടായിരിക്കും. ഇത് കാരണം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എലിയെ കൊല്ലണ്ടെന്നെല്ലാം വിചാരിക്കും, പക്ഷെ കൊല്ലാണ്ടിരിക്കാൻ പറ്റൂല. കാരണം എന്ന് വിചാരിച്ചാൽ ഒരു ദിവസം ഇവർ 5 വലിയ കോഴി തിന്നുന്ന അത്രയാണ് ഇവരെ തിന്ന് തീർക്കുന്നത്. അതിനേക്കാളും കൂടുതലായിട്ട് വരും. അപ്പോൾ അത് ഒരു മാസത്തെ കണക്കായിട്ടും ഒരു വർഷത്തെ കണക്കിലും കൂട്ടി നോക്കുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാവുക. ഒരു രക്ഷയില്ലാണ്ട് ഞാൻ എന്ത് ചെയ്ത് എലിക്കണി വെച്ച് നോക്കി, എലിപ്പെട്ടി, പിന്നെ പൊടി മരുന്നായിട്ട് അത് ഉപയോഗിച്ച് നോക്കി, പേസ്റ്റ് രൂപത്തിലുള്ള മരുന്ന് ഉപയോഗിച്ച് നോക്കി, പിന്നെ കാർഡ്ബോർഡിൻ്റെ മേലെ പശ ഒട്ടിച്ചിട്ടുള്ളത് അത് ഉപയോഗിച്ച് നോക്കി. ഇതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ട് എലീനെ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഒരു മരുന്ന് കിട്ടി. ആ മരുന്ന് ഞാൻ 2 പ്രാവശ്യം വെച്ച് 2 ദിവസമായിട്ട് വെച്ചു. നോക്കുമ്പോൾ ഇപ്പോൾ ഒറ്റ എലിയിൽ എല്ലാം ചത്തു. ഇനി ഒറ്റ എലീനെ പോലും കാണാനില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റിൽ ലേശം ചോറ് എടുക്കുക. അതിൻ്റെ അകത്ത് ചോറ് കുറച്ച് മാത്രം എടുത്താൽ മതി. പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയിടുക. അതിൻ്റെ അകത്ത് ഈ സാധനമാണ് വേണ്ടത്, റാറ്റോൾ, RATOL. ഞാനിതാണ് ഉപയോഗിച്ചത്. നല്ല റിസൾട്ട് കിട്ടി. ഉള്ള എലിയെല്ലാം പോയി. ഇപ്പോൾ ഒറ്റ എലി വീട്ടിലില്ല. പിന്നെ ഈ മരുന്നിൻ്റെ പരസ്യമൊന്നല്ലേ, ഇത് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സാധനമാണ്. എനിക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ ഒരു ലൈക്കും ഷെയറും. ശ്രീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.